കീം 2026 അപ്ലിക്കേഷൻ വന്നത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് തന്നെ അപ്ലൈ ചെയ്യാവുന്ന വളരെ സിമ്പിൾ പ്രോസസ്സാണ്. ജനുവരി 31 വരെയാണ് നമുക്ക് സമയമുള്ളത്. അതേപോലെ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഏകദേശം ഫെബ്രുവരി 7 വരെ സമയമുണ്ട്. ഏതൊക്കെ ഡോക്യുമെൻ്റ് വേണമെന്നുള്ളതും അതേപോലെ തന്നെ നിങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ത്രൂ ഔട്ട് ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഏറ്റവും അവസാനം സമ്മറിയിൽ ഞാൻ കൃത്യമായിട്ട് കാര്യങ്ങൾ സമപ്പ് ചെയ്യുന്നതായിരിക്കും. കീമ നിങ്ങൾക്ക് അറിയുന്നത് പോലെ കേരളത്തിലെ എഞ്ചിനീയറിംഗ് എക്സാമുകൾ എഴുതിക്കൊണ്ട് എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്ന ആളുകൾ അപ്ലൈ ചെയ്യുന്നുണ്ടാകും. അതിൻ്റെ കൂടെ തന്നെ മെഡിക്കൽ അലൈഡ് കോഴ്സുകളും മെഡിക്കൽ MBBS കോഴ്സുകളും പിന്നെ അതേപോലെ തന്നെ ആർക്കിടെക്ചർ കോഴ്സുകളും ടാർഗറ്റ് ചെയ്യുന്ന കുട്ടികളും കൂടെ എക്സാം അപ്ലൈ ചെയ്യുന്നുണ്ടാകും. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ അവരും കൂടെ എന്നെ കേട്ടിരിക്കേണ്ടതെന്ന് അറിയാം. എല്ലാവരും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സിമ്പിൾ പ്രോസസ്സാണ്. നിങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ആളാണെങ്കിൽ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കൃത്യമായിട്ട് റൈറ്റ് സൈഡിൽ രജിസ്റ്റർ ചെയ്യുമെന്ന് കാണാൻ പറ്റും. ഇവിടെ ബേസിക് ഡീറ്റെയിൽസ് ആണ് നമ്മൾ അടിക്കാനുള്ളത്. അപ്പോൾ അത് നിങ്ങൾ എന്ത് വെച്ചാൽ നിർബന്ധമായിട്ടും വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ടതാണ്. ഈ ഒരു ഫസ്റ്റ് രജിസ്ട്രേഷൻ പ്രോസസ്സ് നിങ്ങൾ തെറ്റിക്കരുത്. അഥവാ തെറ്റാണെങ്കിൽ റിപ്പീറ്റ് അടിക്കരുത്. നിങ്ങൾ വേറെ മൊബൈൽ നമ്പർ വെച്ചിട്ടോ വേറെ കാര്യങ്ങൾ വെച്ചിട്ടോ ട്രൈ ചെയ്യരുത്. ഇത് അപ്ലിക്കേഷൻ ഡ്യൂപ്ലിക്കേറ്റ് ആകും. പിന്നെ ആകെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും. ഇതിൽ ഡിക്ലറേഷൻ ഫോം കൃത്യമായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം ടിക്ക് ചെയ്യാം. വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറും ഇമെയിൽ ID യും വേണം. ഏതെങ്കിലും പഴയ മെയിൽ ID പാസ്വേഡ് അറിയാത്തതൊന്നും പോരാ. കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിൽ അത് ഉണ്ടായിരിക്കണം എന്നുള്ളത് മാത്രം ഉറപ്പ് വരുത്തുക. പിന്നെ ഫോട്ടോ കയ്യിൽ വേണം. ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് കയ്യിൽ വേണം. അത് ഞാൻ വഴിയെ പറയുന്നുണ്ട്. സോ പ്രൊസീഡ് ടു രജിസ്റ്റർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ ആദ്യം ഫില്ല് ചെയ്യേണ്ടത്. ഇതൊരിക്കലും തെറ്റിക്കരുത്. സോ ഇവിടെ ബേസിക് ഡീറ്റെയിൽസ് അടിച്ചിട്ടുണ്ട്. ഇത് നേരെ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ഒരു കൺഫർമേഷൻ പോകും. ആകെ കൺഫേം ആക്കേണ്ടത് മെയിൽ ID യും നമ്പറും മാറരുത്. OTP യും വെരിഫിക്കേഷൻസും ഉണ്ടാകും. സോ ഞാനിവിടെ OK കൊടുത്തു, പ്രൊസീഡ് ചെയ്തു. ആദ്യം എനിക്ക് എൻ്റെ മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ ആണുള്ളത്. സോ OTP ചെക്ക് ചെയ്തിട്ട് അടിച്ചു കൊടുക്കാം. സോ ഇത് സബ്മിറ്റ് ചെയ്തു. വെരിഫൈഡ് ആണ്. അപ്ലിക്കേഷൻ നമ്പറും എനിക്ക് കിട്ടി. ഇത് വെച്ചിട്ടാണ് ഇനി നമ്മൾ കാര്യങ്ങൾ ഫില്ല് ചെയ്യാനും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോകുന്നത്. സോ പ്രൊസീഡ് ടു ഫിൽ അപ്ലിക്കേഷൻ ഫോം. അപ്ലിക്കേഷൻ ഫോമിൽ ബേസിക് രജിസ്ട്രേഷൻ ഞാൻ കംപ്ലീറ്റ് ആക്കി. ഇനി അടുത്തതായിട്ട് എനിക്ക് അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യണം, ഫീസ് അടക്കണം, ഇമേജ് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യണം, പിന്നെ ജസ്റ്റ് പ്രിൻ്റ് എടുത്ത് വെക്കുക. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പം നിങ്ങളോട് ചോദിക്കുന്നുണ്ട് യുവർ എഞ്ചിനീയറിംഗ് കോഴ്സ് ആണോ, ആർക്കിടെക്ചർ ഉണ്ടോ, മെഡിക്കൽ അലൈഡ് ഉണ്ടോ. അപ്പോൾ ചില ആളുകളൊക്കെ അപ്പം നീറ്റിനൊക്കെ റിപ്പീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടാകാം. ചിലപ്പോൾ പ്രൈമറി ഫോക്കസ് നീറ്റ് ആണെങ്കിൽ കൂടെ ചില ആളുകൾ കീം എഴുതി നോക്കുന്നവരുണ്ടാകാം. അപ്പോൾ അവർ എഞ്ചിനീയറിംഗും ടിക്ക് ചെയ്യുക, മെഡിക്കലും ടിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളെ പർപ്പസ് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം മെഡിക്കൽ മാത്രം എഴുതുന്ന ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ മെഡിക്കൽ നീറ്റ് എഴുതിയിട്ട് കീമിൽ ജസ്റ്റ് അപ്ലിക്കേഷൻ നമ്പർ ആണ് അയാൾക്ക് യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത്. കീം അപ്ലൈ ചെയ്തിട്ടാൽ മതി. അപ്പോൾ ആ ആളുകൾ ആ രൂപത്തിലും, ഇനി എഞ്ചിനീയറിംഗ് മാത്രം എഴുതുന്ന ആളുകളാണെങ്കിൽ അവരതും ഫില്ല് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താണ് നിങ്ങളുടെ പർപ്പസ്, നിങ്ങൾ എന്തിനാണ് കീം എഴുതുന്നത് എന്നുള്ളത് ആദ്യം വെച്ച് വേണം പ്രൊസീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എക്സാം എഴുതുന്ന ആൾക്ക് മാത്രമായിരിക്കും ഈ ഒരു ഭാഗം ഇവിടെ പോപ്പപ്പ് ചെയ്ത് വരിക. നിങ്ങൾ മെഡിക്കലാണ് ചൂസ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നത് പോലെ നിങ്ങൾ എക്സാം എഴുതേണ്ടതില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സെൻറ്റർ ചൂസ് ചെയ്യില്ല. ഇവിടെ 8ഓളം സെൻറ്ററുകൾ നിങ്ങൾക്ക് പ്രയോറിറ്റി ബേസിസിൽ ചൂസ് ചെയ്യാനുണ്ട്. സോ ഇവിടെ 8 പ്രയോറിറ്റീസും ഞാൻ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി സേവ് ആൻഡ് പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത ബേസിക് ഡീറ്റെയിൽസ് അടിക്കാനുള്ള പേജാണുള്ളത്. അപ്പോൾ ഇവിടെ ബേസിക് ആയിട്ടുള്ള ജെൻഡർ, നാഷണാലിറ്റി, പിന്നെ എൻ്റെ പാരൻസിൻ്റെ ഡീറ്റെയിൽസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സിമ്പിളായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ ബേസിക് ഡീറ്റെയിൽസ് പെട്ടെന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതിൽ നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒക്യുപ്പേഷൻ, ഫാദറിൻ്റെയും മദറിൻ്റെയും ഒക്യുപ്പേഷൻ കൊടുക്കുമ്പം അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ബാക്കിയുള്ളതെല്ലാം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സിൽ എങ്ങനെയാണല്ലോ അതിൻ്റെ ബേസിസിൽ ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. അടുത്തതായിട്ട് കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. നമ്മുടെ അഡ്രസ്സ് കൊടുക്കാനാണ് നെക്സ്റ്റ് പേജിലുള്ളത്. നിങ്ങളുടെ അഡ്രസ്സ് എന്താണ്, അൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പർ, ബേസിക് ആയിട്ടുള്ള അഡ്രസ് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. സോ ഞാൻ ബേസിക് ഡീറ്റെയിൽസ് എൻ്റെ അഡ്രസ്സ് ഫില്ല് ചെയ്തു. അഡ്രസ്സ് ഫില്ല് ചെയ്ത് അടുത്തതിലേക്ക് പോകുമ്പം എൻ്റെ അക്കാദമിക് ഡീറ്റെയിൽസ് ആണ് ഇനി ഞാൻ പ്രൊവൈഡ് ചെയ്യേണ്ടത്. സോ +2 ഓർ ഇക്വലൻ്റ് ഞാൻ പാസ്സായിട്ടുണ്ട്. പിന്നെ ബോർഡ് നിങ്ങൾ ചൂസ് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തതായിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ഏറ്റവും ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ഇതിലുള്ള ബോർഡ് ഓഫ് സ്റ്റഡി ഏത് ചൂസ് ചെയ്യണം എന്നുള്ളതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേരള ഹയർ സെക്കൻഡറി, കേരള ടെക്നിക്കൽ ഹയർ സെക്കൻഡറി, കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി. അപ്പോൾ നിങ്ങൾ ഏതാണോ നിങ്ങൾ പഠിച്ച ബോർഡ്, ഇപ്പോൾ ടെക്നിക്കൽ സ്കൂളുകളിൽ പഠിച്ച ആളുകളുണ്ടാകും, VHSC പഠിച്ച ആളുകളുണ്ടാകും, നോർമലി കേരള ഹയർ സെക്കൻഡറി പഠിച്ച ആളുകളും ഉണ്ടാകും. അപ്പോൾ ഏതാണോ അത് നിങ്ങൾ ചൂസ് ചെയ്യണം.
ഇനി CBSE പഠിച്ച സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കൃത്യമായിട്ട് CBSE എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതാണോ നിങ്ങൾ പഠിച്ച ബോർഡ് അത് നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ചൂസ് ചെയ്യുക. അതാണ് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക്. ദെൻ രജിസ്ട്രേഷൻ നമ്പർ ഓഫ് ക്വാളിഫയിങ് എക്സാം, ഇത് മാൻഡേറ്ററി ആണ്. ഇത് നിങ്ങൾ വാലിഡ് ആയിട്ടുള്ള നിങ്ങളുടെ രജിസ്ട്രേഷൻ ID നിർബന്ധമായിട്ട് ഇവിടെ ഫില്ല് ചെയ്യാം. ഇവിടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി റിസർവേഷനും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഇവിടെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു പേജ് ഉള്ളത്. ഇവിടെ നിങ്ങളെ റിസർവേഷൻ കാറ്റഗറി ഏതാണോ അതാണ് ഇവിടെ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. ഒരേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഏതാണ് സർട്ടിഫിക്കറ്റ് കിട്ടുക അത് തന്നെ ചെയ്യണം. പല ആളുകൾക്കും ചിലപ്പോൾ ഇവിടെ ഫില്ല് ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട്. അങ്ങനെയാകുന്ന സമയത്ത് പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ ജനറലായിട്ട് പരിഗണിക്കും. ഇനി ഇവിടെ ജനറലായിട്ട് നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ഇവിടെ വരുന്നില്ല. ഇത് കൊടുത്ത് ഇനി സേവ് ആൻഡ് നെക്സ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അടുത്തത് അതർ റിസർവേഷൻ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നിങ്ങളിവിടെ വളരെ കെയർഫുള്ളായിട്ട് ഫില്ല് ചെയ്യണം. നിങ്ങൾക്ക് റിസർവേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇതിൽ ചെക്ക് ചെയ്യുക, ടിക്ക് ബോക്സ് ഇടുക. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രോസ്പെക്ട്സിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഏത് സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം, അതിൻ്റെ ഫോർമാറ്റ്. അപ്പോൾ ഈ റിസർവേഷൻ ക്ലെയിം ചെയ്യുന്ന ആളുകൾ സർട്ടിഫിക്കറ്റ് കിട്ടുമെന്നുള്ളത് ഉറപ്പ് വരുത്തുക, എന്നിട്ടാണ് ഇത് ചെയ്യേണ്ടത്. സോ നിങ്ങൾ റിസർവേഷൻ ഏതാണെന്നുള്ളത് ചെക്ക് ചെയ്യുക. റിസർവേഷൻ ചെക്ക് ചെയ്യാൻ ആർക്കെങ്കിലും സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ഹെൽപ്പ് ലൈൻ നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ആ ഹെൽപ്പ് ലൈൻ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും നമ്മുടെ ടീം നിങ്ങളതിന് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ ഇതിൻ്റെ ഏറ്റവും അവസാന ഭാഗങ്ങളിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അതർ കോട്ടാസ്, NCC കോട്ട, സ്പോർട്സ് കോട്ട, മറ്റ് കോട്ടകളിൽ നിങ്ങൾ അഡ്മിഷൻ നോക്കുന്നുണ്ടെങ്കിൽ കൂടെ ഇവിടെ നിങ്ങൾ ഡിക്ലെയർ ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മറക്കരുത്. പിന്നീട് നിങ്ങൾക്ക് ഇവിടെ മൈനോറിറ്റി കോട്ട ചെക്ക് ചെയ്യാനുള്ളൊരു കാര്യം കൂടെ ഉണ്ട്. മൈനോറിറ്റി കോട്ടയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ യെസ് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ മറ്റ് NRI കോട്ടയുണ്ട്. NRI കോട്ട ഉണ്ടെന്നുണ്ടെങ്കിലും അതിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളിവിടെ സ്റ്റാറ്റസ് ഫില്ല് ചെയ്യേണ്ടതാണ്. സോ അടുത്തൊരു പ്രധാനപ്പെട്ട പേജാണ് ഇൻകം ഡീറ്റെയിൽസ്. ഇതാണ് അടുത്തതായിട്ട് നിങ്ങൾക്ക് ഫില്ല് ചെയ്യേണ്ടത്. ഇതിൽ ഒന്ന് നിങ്ങളുടെ ആനുവൽ ഇൻകം, പിന്നെ നിങ്ങളുടെ റവന്യൂ ഡിസ്ട്രിക്ട്, താലൂക്ക്, വില്ലേജ്, ഈ കാര്യങ്ങൾ ഏതാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മിക്ക ആളുകൾക്കും ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവില്ല, വില്ലേജിൽ പോയിട്ട് അപ്ലൈ ചെയ്തിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആളുകൾ ഒരു ഏകദേശം ഒരു അപ്രോക്സിമേറ്റഡ് എമൗണ്ട് എന്ത് ചെയ്യുക വെച്ചാൽ നിങ്ങളുടെ ഫില്ല് ചെയ്യുക. പക്ഷേ നിങ്ങൾ ഈ റവന്യൂ ഡിസ്ട്രിക്റ്റും താലൂക്കും വില്ലേജും ഫില്ല് ചെയ്യുമ്പോൾ അത് തെറ്റാണ്ട് കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക എന്നുള്ളത് ഉറപ്പ് വരുത്തിയാൽ മതി. അടുത്ത പേജിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് ഇതിൽ ഫില്ല് ചെയ്യേണ്ടത്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ റീഫണ്ട് പ്രോസസ്സുകളും മറ്റ് കാര്യങ്ങളും ഡീൽ ചെയ്യാനാണ് നിങ്ങളുടെ അക്കൗണ്ട്. അപ്പോൾ ആക്റ്റീവായിട്ടുള്ള നിങ്ങളെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിലേക്കായിരിക്കും പിന്നീട് നിങ്ങൾ റീഫണ്ട് പോളിസീസുമായി ബന്ധപ്പെട്ടോ അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തിരിച്ച് റീഇംബേഴ്സ് ചെയ്യേണ്ട എന്തെങ്കിലുമൊക്കെ എമൗണ്ടുകൾ ഉണ്ടെങ്കിൽ റീഇംബേഴ്സ് ചെയ്യാനുള്ള അക്കൗണ്ടാണ് ഇവിടെ ചെന്ന് നൽകേണ്ടത്. അപ്പോൾ അത് നിങ്ങൾക്ക് പാരൻറ്റിൻ്റെ അക്കൗണ്ട് ആകാം, കാൻഡിഡേറ്റിൻ്റെ അക്കൗണ്ട് ആകാം, ഏതായാലും കുഴപ്പമില്ല. പക്ഷെ ഇവിടെ ചൂസ് ചെയ്യാനുണ്ട് പാരൻറ്റിൻ്റെതാണോ അതോ നിങ്ങളതാണോ എന്നുള്ളത്. നിങ്ങൾ നേരത്തെ പാരൻ്റ് ഡീറ്റെയിൽസ് ഇവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ 3 കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന് എൻ്റെ പേര്, മറ്റേത് ഞാൻ എൻ്റെ പാരൻറ്റിൻ്റെ പേരായിട്ട് ഫില്ല് ചെയ്തിട്ടുള്ള പേരുകളാണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ആരെ അക്കൗണ്ടാണെന്നുള്ളത് ചൂസ് ചെയ്യുക. പിന്നെ ബാങ്കിലെ നെയിം, ഏത് ബാങ്കാണ്, നാഷണലൈസ്ഡ് എല്ലാ ബാങ്കുകളും ഇതിലുണ്ടാകും. പിന്നെ ബ്രാഞ്ച്, IFSC കോഡ്, മറ്റ് ബേസിക് ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഫില്ല് ചെയ്യാനുള്ളത്. അക്കൗണ്ട് ഡീറ്റെയിൽസ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ അപ്ലിക്കേഷൻ ജസ്റ്റ് പ്രിവ്യൂ ചെയ്യാനുള്ള ഒരു പേജാണ് ആക്ച്വലി വരുന്നത്. അപ്പോൾ നിങ്ങൾ കൊടുത്ത ബേസിക് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഓക്കെ ആണ് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. കൃത്യമായിട്ട് വായിച്ചു നോക്കുക. ഇതിൽ നിങ്ങളെ പേര്, നമ്പർ, നിങ്ങളെ കോഴ്സുകൾ, ആ കാര്യങ്ങളൊന്നും മാറരുത്. പിന്നീട് നിങ്ങളെ റിസർവേഷനും പിന്നെ അതേപോലെ തന്നെ മറ്റ് കോട്ട, ആ കാര്യങ്ങളാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നീട് ഡിക്ലറേഷൻ ഫോം ഉണ്ട്. അത് കഴിഞ്ഞാൽ എനിക്ക് ഫൈനലായി. പിന്നീട് സേവ് ആൻഡ് ഫൈനലൈസ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ തൊട്ടടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് എൻ്റെ അപ്ലിക്കേഷൻ ഫീ കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതാണ്. സോ അപ്ലിക്കേഷൻ ഫീയിൽ നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെൻ്റ് ആയിട്ട് 1575 രൂപ പേ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫീസ് പ്രൊസീജിയറുകൾ കംപ്ലീറ്റ് ആക്കാവുന്നതാണ്. സോ ഓൺലൈൻ പേയ്മെൻറ്റിലേക്ക് ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് പേജിലേക്ക് പോകാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ പേയ്മെൻറ്റ് പേജിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളെ ഡെബിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ ഏതാണോ നിങ്ങളെ പ്രിഫറബിൾ മെത്തേഡ് അതുവഴി നിങ്ങൾ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആക്കുക. സോ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളെ സർട്ടിഫിക്കറ്റ്സ്, ഇമേജസ്, കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്.
നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനുള്ള 7 കാര്യങ്ങളാണുള്ളത് മെയിനായിട്ട്. ഒന്ന് ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, പിന്നെ നിങ്ങളെ നാഷണാലിറ്റി പ്രൂഫ്, പിന്നീട് നിങ്ങളെ 10th സർട്ടിഫിക്കറ്റ്, നാറ്റിവിറ്റി പ്രൂഫ്, ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നീട് നമ്മുടെ റിസർവേഷൻ ക്ലെയിം ചെയ്യുന്ന അതിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ്. ഇതിൽ ഇമേജിൻ്റെ സൈസ്, പിന്നെ അതേപോലെ തന്നെ ഫയലിൻ്റെ ഫോർമാറ്റ്, പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ MB, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം. എത്ര പിക്സലാണ്, ഇമേജ് ക്ലിയർ ആണ് അല്ല എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നോക്കി ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ മിക്കവാറും അതിൽ അപ്ലോഡ് ആകൂല. ഇനി അത് മാത്രമുള്ള ആളുകൾക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് കുറേ അധികം നിങ്ങളുടെ ഇമേജിൻ്റെ സൈസും സാധനങ്ങളൊക്കെ കൺവേർട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഓൺലൈൻ ഇമേജ് കൺവേർട്ടർ എന്ന് സെർച്ച് ചെയ്താൽ മതി. അതിൽ നിങ്ങളുടെ റിക്വയർഡ് റേഷ്യോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ടെക്നിക്കൽ നോളജ് ഉള്ള ഒരാളെ സഹായം തേടാവുന്നതുമാണ്. ഈ കാര്യം മാത്രമായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ ഇല്ലാത്ത സംഗതികൾ ഉണ്ടാവുക. പിന്നീട് നിങ്ങളുടെ സിഗ്നേച്ചർ കൃത്യമായിട്ട് കാണുന്ന രൂപത്തിലായിരിക്കണം. അതിൻ്റെയും പിക്സലും ഫോർമാറ്റും സൈസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. 150x100 ആണ്. പിന്നെ അതേപോലെ തന്നെ 1 to 100 KB. ദെൻ JPG ഫോർമാറ്റ്, ഇമേജും അതേപോലെ തന്നെ JPG ഫോർമാറ്റ് 150x200 പിക്സൽ, ദെൻ 1 to 100 KB. ഈ കാര്യം നോട്ട് ചെയ്ത് വെക്കുക. പിന്നീട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാനാണ്. സർട്ടിഫിക്കറ്റ് എല്ലാം PDF ഫോർമാറ്റിലായിരിക്കണം, കളേർഡ് ആയിരിക്കണം. എന്താണോ അതിൻ്റെ ഒറിജിനൽ കിട്ടുന്നത് അതിലായിരിക്കണം. പിന്നെ അതേപോലെ തന്നെ <500 KB ആയിരിക്കണം. പിന്നീട് അടുത്ത ഭാഗത്ത് നിങ്ങൾക്ക് ഏതൊക്കെ നേറ്റിവിറ്റി പ്രൂഫിന് വേണ്ടിയിട്ടും, പിന്നെ അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റ് 10th സർട്ടിഫിക്കറ്റ് നിങ്ങളെടുത്തുണ്ടാകും, ബർത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങളെടുത്തുണ്ടാകും, നേറ്റിവിറ്റി പ്രൂഫും നിങ്ങളെടുത്തുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നത്. അതിന് ഏതൊക്കെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. പിന്നീട് അടുത്തതായിട്ട് നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ളതിൽ ഇത്രയും ഒരു സെഗ്മെൻറ്റിലേക്കാണ് പോകുന്നുണ്ടാവുക. ഇവിടെയാണ് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് പലതായിട്ട് അപ്ലോഡ് ചെയ്യാനുണ്ടാവുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് അവിടെ ഓൾറെഡി മാൻഡേറ്ററി ആയിട്ട് വന്ന് കിടക്കുന്നുണ്ടാകും. അതെങ്ങനെ വരിക എന്ന് വെച്ചാൽ നിങ്ങൾ എന്താണോ അതിൻ്റെ മുന്നേ ചൂസ് ചെയ്തത് അതിൻ്റെ ബേസിസിലായിരിക്കും അവിടെ വരുന്നുണ്ടാവുക. നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് ഒന്നും അപ്ലോഡ് ചെയ്യാനില്ലാത്ത കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒന്നും കണ്ടെന്ന് വരില്ല. നിങ്ങൾ എന്തൊക്കെ ചൂസ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ആണ് അവിടെ മാൻഡേറ്ററി ആയിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ടുണ്ടാകുക. അപ്പോൾ നിങ്ങളുടെ അപ്ലിക്കേഷൻസ് ഫീസൊക്കെ അടച്ചു കഴിഞ്ഞാൽ ഈ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് February 7 വരെ നിങ്ങൾക്ക് സമയം കിട്ടുന്നതുമാണ്. അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ കയ്യിൽ കരുതേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ, പിന്നെ അതേപോലെ തന്നെ ഇമെയിൽ ID, പിന്നീട് നിങ്ങളെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും വേണം. അത് JPG ഫോർമാറ്റിലായിരിക്കണം. ഫോർമാറ്റ് എത്രയെന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട് വീഡിയോയിൽ. 1 to 100 KBയുടെ ഇടയിലായിരിക്കണം. പിന്നീട് നിങ്ങളെ സർട്ടിഫിക്കറ്റ്സിൽ ക്ലാസ് 10 സർട്ടിഫിക്കറ്റ്, പിന്നെ നേറ്റിവിറ്റി പ്രൂഫായിട്ട് വെക്കാൻ പറ്റുന്ന സർട്ടിഫിക്കറ്റ്, നിങ്ങൾക്കത് SLC സർട്ടിഫിക്കറ്റോ ബർത്ത് സർട്ടിഫിക്കറ്റ് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ബർത്തിൻ്റെ പ്രൂഫായിട്ട് വെക്കാൻ പറ്റുന്ന സർട്ടിഫിക്കറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ആദ്യ ലെവലിൽ കാണേണ്ടത്. പിന്നീട് നിങ്ങൾക്ക് റിസർവേഷനോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്. പക്ഷേ സർട്ടിഫിക്കറ്റ് അപ്ലോഡിങ് നമുക്ക് ഏറ്റവും അവസാനമാണ് വരുന്നത്. അതിൻ്റെ ഡെഡ് ലൈൻ ആക്ച്വലി February 7 വരെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ആക്കാൻ ആ പ്രശ്നമില്ല. എന്നിട്ട് പിന്നീട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് പ്രോസ്പെക്ട്സിൻ്റെ അവസാന ഭാഗങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കൃത്യമായിട്ട് ഇതിൽ ഓരോ ഭാഗങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കീമൊക്കെ ആയതുകൊണ്ട് തന്നെ പോപ്പുലർ ആയിരിക്കും. എല്ലാ വില്ലേജിലും ഇനിയുള്ള മാസങ്ങളിലൊക്കെ ഇതന്നെ ആയിരിക്കും സർട്ടിഫിക്കറ്റ് മെയിനായിട്ട് ഇഷ്യൂ ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ടൊന്നും വലിയ കുഴപ്പമുണ്ടാവാറില്ല. എങ്കിൽ കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പ്രിൻ്റോ സാധനമായിട്ട് പോകാം. ഈ ഒരു ഫോർമാറ്റിലാണ് എനിക്ക് വേണ്ടത് എന്നുള്ളത് അവരോട് പറയാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട എന്ത് ഡൗട്ടുകൾക്ക് വേണമെന്നുണ്ടെങ്കിലും ഞാൻ ഹെൽപ്പ് ലൈൻ നമ്പർ കൊടുക്കുക. ട്രിസിൻ്റെ ഈ ഹെൽപ്പ് ലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീം നിങ്ങളുടെ അപ്ലിക്കേഷൻ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊരു കീം 2026 സീരിയസ് ആസ്പിരന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. സീരിയസ് ആയിട്ടുള്ള ഒത്തിരി കുട്ടികൾ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ പ്രിപ്പറേഷൻസ് അവസാന ഘട്ടത്തിൽ മിനുക്കുപണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കിഡിലൻ ടെസ്റ്റ് സീരീസും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആ ടെസ്റ്റ് സീരീസിന്റെ ആക്സസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പൊ നിങ്ങൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡന്റ് ആവട്ടെ, ഇനി ഏതൊരു ഡ്രോപ്പ് ഇയർ എടുത്ത് കീമിനോ മറ്റ് എഞ്ചിനീയറിംഗ് എക്സാമുകൾക്കോ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാവട്ടെ, ആരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ജോയിൻ ചെയ്യാം. അതിൽ നമ്മൾ ബാക്കി ഡീറ്റെയിൽസും നമ്മുടെ പ്രിപ്പറേഷൻസും ഒക്കെ സ്ട്രോങ് ആക്കാനുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സീ യു ഗൈസ്.